ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനുമുള്ള ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ ഈ വചനവേദിയിലേക്ക് ഈശോയുടെ വചനം ശ്രവിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. സ്നേഹമുള്ള ദൈവജനമേ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്നൊരു സന്ദേശം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. അതിലെ വചനം ഇങ്ങനെ പറയുന്നത്: ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുവിൻ, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുവിൻ, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇന്ന് ഈ ടി വിയുടെ മുന്നിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, പലവിധ പ്രശ്നങ്ങളുണ്ടാകാം, അസ്വസ്ഥതകളുണ്ടാകാം, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറേ ഉത്കണ്ഠകളൊക്കെ ഉണ്ടാകാം. ആ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ മക്കളെക്കുറിച്ചുള്ള വേദന, അതുപോലെ ആ വീടില്ലാത്ത ചില സങ്കടങ്ങൾ, ചില പ്രശ്നങ്ങൾ, കോടതി കേസുകൾ, ജീവിതത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമായിക്കോട്ടെ, അത് കണ്ടറിയുന്ന ഒരു ദൈവം, ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മോട് പറയാണ്, ഇതാ നീ ധൈര്യമായിട്ടിരിക്കുക, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ട, അതെല്ലാം ദൈവം നോക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് തളർന്നാൽ ശരീരം തളരും കേട്ടോ. അതുകൊണ്ട് മനസ്സ് തളരാൻ അനുവദിക്കരുത്. മനസ്സിനെ ധൈര്യപ്പെടുത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വലിയ ശക്തി നമുക്ക് വരും. അതുകൊണ്ട് തളർന്ന കൈമുട്ടുകളെയൊക്കെ ബലപ്പെടുത്തുക, ബലഹീനമായ കാൽപാദങ്ങൾക്ക് നീ കരുത്ത് പകരുക. എന്നിട്ട് കർത്താവ് പറയാണ്, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട കേട്ടോ, ധൈര്യം അവലംബിക്ക്, ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഇന്ന് ഈശോ നമുക്ക് തരുന്നൊരു പ്രത്യേക സന്ദേശം. പ്രിയപ്പെട്ടവര്, ഞാൻ ഇന്നലെ രാത്രി കടന്നുറങ്ങുമ്പോൾ, ഇന്ന് ഈ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, രാത്രി ഞാൻ ഉറങ്ങി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണോ ഞാൻ സന്ദേശം പറയേണ്ടത് ആ ഒരു വചനം എനിക്ക് തരണേ. അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് കിടക്കുക. അതുപോലെ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച് കിടന്നു. ഇന്ന് കർത്താവ് തന്നൊരു സന്ദേശം: നിന്റെ ദുർബല കരങ്ങളെ നീ ശക്തിപ്പെടുത്തിട്ടോ, നിന്റെ ബലഹീനമായ കാൽമുട്ടുകളെ നീ ഉറപ്പിച്ചു നിർത്ത്, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്ക്, ധൈര്യം അവലംബിക്ക്. എല്ലാം ദൈവം നോക്കും. പ്രിയപ്പെട്ടവര്, നീ തമ്പുരാന്റെ മുമ്പിൽ അങ്ങോട്ട് സമർപ്പിച്ചാൽ മതി, ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം തരും. ആരാ നമുക്ക് പേരിട്ട്? കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവം, നിന്നെക്കുറിച്ചെല്ലാം അറിയുന്ന ആ കർത്താവ്, നമ്മെക്കുറിച്ച് എല്ലാം ഇതാ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവം ആശ്വാസം തരും. ദൈവം അതെല്ലാം ക്രമീകരിക്കും. ദൈവം അതൊക്കെ ഏറ്റെടുത്തും. ദൈവം നോക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത് നോക്കും. ഞാൻ ഓർക്കാണ്, പണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ വളരെ അസ്വസ്ഥമായ ഒരവസ്ഥ, സാമ്പത്തികമായിട്ടെല്ലാം തകർന്നു. അതുപോലെ കുടുംബത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പച്ചൻ ഇത്തിരി മദ്യപാനവും പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വഴിതെറ്റൊക്കെ മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 7 മക്കൾ, 6ാമത്തെ മോനാ ഞാൻ. അമ്മ കുറെ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയതാ, കുറെ വേദനിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ 7 മക്കൾ വളർന്നു വരിക. ഞാൻ 6ാമത്തെ മോന. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക, ദൈവമേ, ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ, 3 പെങ്ങന്മാരുണ്ട്, ഈ പെങ്ങന്മാരെ കല്യാണം എങ്ങനെ കഴിയാം? സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾക്കുണ്ടാവോ? എന്നാ ഇതൊക്കെ ശരിയാവുക? ആരുമില്ലെന്ന്, സഹായിക്കാൻ ആരുമില്ല. അപ്പൻ്റെ കുടുംബക്കാരുമില്ല, അമ്മയുടെ വീട്ടുകാരുമില്ല, ആരുമില്ലെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിൽ, വീടാണെങ്കിൽ ഇങ്ങനെ അസ്വസ്ഥമായൊരു സാഹചര്യം. അപ്പം ഞാനിങ്ങനെ ഉമ്മറത്തിരുന്ന്, എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഞാനിങ്ങനെ ഓർക്കുക, ആരാ ഉള്ള സഹായിക്കാൻ? എങ്ങനെയാ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക? എങ്ങനെ ഇതൊക്കെ നടക്കുക? ഈ പെങ്ങന്മാരെ വിവാഹമൊക്കെ എങ്ങനെ നടക്കും? ഞാൻ അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. സ്നേഹമുള്ളവര്, ഞാൻ ചെറുതാണെങ്കിൽ ഇത്തിരി കാര്യവിചാരം കൂടുതലാന്ന്. ഞാനിരുന്ന് ഇങ്ങനെ കരയ ഉമ്മറത്തിരുന്ന്. അമ്മ ഉമ്മറത്തേക്ക് വന്നു. ഞാൻ ഓർക്കുക, എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോനെ കരയണേ? നിനക്ക് വയറുവേദന എടുക്കണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിയാ, നിന്നെ എന്തെങ്കിലും പറഞ്ഞ, എൻ്റെ മോൻ വീണ, എന്തിനാ കരയണേ? അമ്മേനെ കണ്ടപ്പോൾ എൻ്റെ സങ്കടം ഒന്നുകൂടി കൂടി. എൻ്റെ അമ്മയുടെയും കണ്ണ് നിറയാൻ തുടങ്ങി. പറയൂട്ട, എന്താ ഉണ്ടായേ? ഞാൻ അന്ന് അമ്മയോട് വിതുമ്പി വിതുമ്പി ചോദിച്ചു, അമ്മേ, നമുക്ക് ആരും ഇല്ലല്ലോ അമ്മേ, ആരാ നമ്മളെ സഹായിക്കാനുള്ള? എങ്ങനെയാ നമുക്ക് ഇനി ഒരു സ്വന്തമായിട്ട് വീടുണ്ടാവുക? എങ്ങനെയാ നമ്മുടെ ഈ പെങ്ങന്മാരുടെ ഈ കല്യാണമൊക്കെ കഴിയാമ്മേ? ആരും ഇല്ലല്ലോ നമുക്ക്. എൻ്റെ അമ്മ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു.
എന്നിട്ട് അന്ന് എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മ മരിച്ചിട്ടപ്പോൾ 9 വർഷമായിട്ടോ. ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്, മോനെ അതൊക്കെ ദൈവം ചെയ്തു തരൂടാ, ധൈര്യമായിട്ടിരിക്കുക. അതൊക്കെ ദൈവം നോക്കൂടാ, അതൊക്കെ കർത്താവ് നടത്തി തരൂടാ, നീ ധൈര്യമായിട്ടിരിക്കുക, നീ നോക്കിക്കോ. ഇന്ന് നല്ലവരായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ നിൽക്കുന്ന ഈ സമയം എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, എല്ലാം നടത്തി തന്നു, എല്ലാം ക്രമീകരിച്ചു, എല്ലാം പരിപാലിച്ചു. ലോകം മുഴുവൻ നമ്മളെ കൈവിട്ടോട്ടെ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, ആരും ഇല്ലാതെ പോയിക്കോട്ടെ, ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല, കർത്താവ് പറയുന്നില്ലേ? ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം വന്നോട്ടെ പ്രിയപ്പെട്ടവര്. നിനക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവുണ്ട്. നിന്റെ ശാപം ഏറ്റെടുക്കാനായിട്ട് സ്വയം ശപിക്കപ്പെട്ടവനായി കുരിശിൽ മരിച്ച ആ ഒരു കർത്താവ് ഉണ്ടെന്നേ നമുക്ക് മക്കളോടൊക്കെ പറഞ്ഞോളോട്ടാ, ദൈവം നോക്കടാ. അത് എൻ്റെ മോള് വിഷമിക്കേണ്ടടി, അത് ദൈവം പരിപാലിക്കടി. നിന്റെ ജീവിത പങ്കാളി തളർന്നിരിക്കുമ്പോൾ നീ പറയണം, അത് കർത്താവ് നോക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ, തമ്പുരാൻ നോക്കും. പ്രിയപ്പെട്ടവര്, നമുക്കറിയാം അബ്രാഹാം വർഷങ്ങൾ കാത്തിരുന്നിട്ട് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്ത്. അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് അല്പം വലുതായി, ഓടി നടക്കേണ്ട പ്രായം, നന്നായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രാഹമേ, നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയുടെ മുകളിൽ പോയി ആ കുഞ്ഞിനെ എനിക്ക് വേണ്ടി ബലി കഴിക്കണം. അബ്രാഹം പറഞ്ഞു, യെസ്, ഞാൻ ചെയ്യാം. ഒന്നും നോക്കിയില്ല, ഇടം വല ഒന്നും നോക്കിയില്ല. ഈ മകനിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും നിനക്ക് കുഞ്ഞുങ്ങളെ ഞാൻ തരാമെന്ന് പറഞ്ഞ ആ ദൈവം തന്നെയാ പറഞ്ഞ, ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി അതിന് എനിക്ക് വേണ്ടി ബലി കഴിക്കണം. സമ്മതിച്ചു എന്നേ. അങ്ങനെ അബ്രാഹം ഈ മോനെയും കൊണ്ട് പോവാ. 3 ദിവസത്തെ യാത്ര. വചനം പറയാണ്, അബ്രാഹം ശിരസ് ഉയർത്തി നോക്കിയില്ല. കാരണം സങ്കടം വരുന്നേ, വേദന വരും. അങ്ങനെ മകനും അപ്പനും കൂടെ പോവാ. മോൻ അറിയില്ല കേട്ടോ, മോനെ ബലി കൊടുക്കാൻ പോവാന്ന്. പോകുന്ന വഴിക്ക് ആ മകൻ അപ്പൻ്റെ നെഞ്ചു തുളയ്ക്കുന്നൊരു ചോദ്യം ചോദിച്ചു. പ്രിയപ്പെട്ടവര്, നമുക്കറിയാതെ, അപ്പച്ച, ബലിക്കുള്ള കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ബലിവസ്തു എവിടെയാ ബലിവസ്തു? ഒരു സംശയമില്ലാതെ, ഒരു ശങ്കയുമില്ലാതെ അബ്രാഹം പറഞ്ഞു, ബലിവസ്തു ദൈവം തരുടാ, ബലിവസ്തു ദൈവം തരും. കൊടുത്തില്ലേ പ്രിയപ്പെട്ടവര്? കൊടുത്തില്ലേ സ്നേഹമുള്ളവര്? ഇന്ന് ഏത് പ്രശ്നമാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് വേദനിക്കുന്നത്? ഒറ്റപ്പെട്ടു പോയോ? വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ? നീ ഇന്നൊരു കിടപ്പ് രോഗിയാണോ? നീ ഇന്നൊരു ക്യാൻസർ രോഗിയാണോ? ഒരു മാരക രോഗത്തിന് അടിമയാണോ? ആരുമില്ല നിന്നെ സ്നേഹിക്കാൻ? പലരും നിന്നെ കുറ്റപ്പെടുത്തിയോ? നിന്നെ അപവാദം പറഞ്ഞോ? നീ ഇപ്പോൾ ഒറ്റയ്ക്ക് സഹിച്ച് മടുത്തൊരു വ്യക്തിയാണോ? ഈ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്നുണ്ടോ? ദൈവം പറയാ, നിന്റെ തളർന്ന മനസ്സിനെ നീ ശക്തിപ്പെടുത്ത്, നിന്റെ തളർന്ന കൈമുട്ടുകളെ നീ ബലപ്പെടുത്ത്, ബലഹീനമായ നിന്റെ കാൽപാദങ്ങൾക്ക് നീ കരുത്ത് പകര്. നീ പേടിച്ചിരിക്കുകയാണോ? നിന്റെ ദൈവം പറയാ, നീ ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്ക്. ദൈവമുണ്ട് പ്രിയപ്പെട്ടവര്. ഈ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴുണ്ടല്ലോ അതിനൊരു പ്രത്യേക ബല, സ്നേഹമുള്ളവരെ ഞാൻ അനുഭവിച്ചറിയാന്നേ. ഞാൻ ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലത്തും പോണ ഒരു വ്യക്തിയാണ്. ഒത്തിരി സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കാനായിട്ട്, നോർത്തും നോർത്ത് ഈസ്റ്റൊക്കെ. ഇനി ഒരു 5-6 സ്റ്റേറ്റാണ് ഞാൻ ഇനി പോകാനുള്ളൂ ഇന്ത്യയിൽ. ഹിന്ദിയിൽ വചനം പ്രസംഗിക്കുക. ഇവിടുന്ന് പോകുമ്പോൾ എന്നോട് പലരും പറയും, അയ്യോ അവിടെ പോകരുത്, അവിടെ പ്രശ്നമുണ്ട്, അവിടെ അപകടമുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോഷുവയുടെ പുസ്തകത്തില് 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഒറ്റ വചന, സ്നേഹമുള്ളവര്, ഈ ആദിവാസികളുടെ ഇടയിലും അവിടെയും ഇവിടെയൊക്കെ ഈശോയെ പ്രസംഗിക്കാൻ ചെല്ലുന്ന ഒരു മതം മാറ്റമല്ല ലക്ഷ്യം. അത് ഇവിടെ നിന്ന് സുവിശേഷത്തിന് പോയ ആരുടെയും ഒരു ലക്ഷ്യമല്ല ഒരു മതം മാറ്റം. ഇത് പറയാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം മരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്ന് നിങ്ങളുടെ ശാപം ഏറ്റെടുത്തിട്ടുണ്ട്. ഗലാത്യ ലേഖനം 3:13 പൗലോസ് പറയുന്നില്ലേ,
ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. കാരണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ല കേട്ടോ. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല എന്ന് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞു. നമ്മുടെ വേദനകളാ യേശുക്രിസ്തു സഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങൾ അവൻ ചുമന്നത്. അവൻ നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ നിർനിമേഷനായി നിന്നു, ഒരക്ഷരം ഉരിയാടിയില്ല. ഇന്ന് ഈ ലോകത്ത് ജനിച്ച് മരിച്ചതും ഇപ്പൊ ജീവിക്കുന്നതുമായ നാനാജാതി മതസ്ഥർക്കും വേണ്ടി ഈശോ മരിച്ച്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യ, യേശു ക്രിസ്തു മരിച്ചത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, യേശു ക്രിസ്തു മരിച്ചത് ഒരു മാമോദീസ മുങ്ങിയ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല. ദൈവത്തിന്റെ തിരുവചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതം. യോഹന്നാന്റെ സുവിശേഷം 3:16, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഞാൻ ഈ അരുണാചലും ആസാമും ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒറീസയും അവിടെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ആദിവാസികളായ ദൈവമക്കള് ഈ ദൈവത്തെ അറിയാനായിട്ട് ഓടി വരും. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട്, നിങ്ങൾ അറിയാത്തൊരുവൻ. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. ആ യേശു നിങ്ങൾക്ക് വേണ്ടിയാ മരിച്ച്. ആ പിതാവായ ദൈവം തൻ്റെ മോനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് നമ്മുടെ ശാപം ഏറ്റെടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ശാപമോചനം കിട്ടി ജീവിക്കുന്ന ഇപ്പോ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശപിക്കപ്പെട്ടവരായി നിയമത്തിന്റെ ശാപത്തിൽ കിടന്ന് ഉഴലുന്നവരായി ജീവിച്ചതിനെ പ്രിയപ്പെട്ടവര്. ആരിത് വിശ്വസിക്കുന്ന അവൻ ശാപമോഷം കിട്ടുന്ന വ്യക്തിയല്ലേ. ക്രിസ്തു എന്നെ പ്രതി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നു എന്ന് ഈ ലോകത്ത് ഏത് മതസ്ഥനോ ഏത് ജാതിയിലുള്ള വ്യക്തിയോ, നീ എങ്ങനെയുള്ള വ്യക്തിയായാലും നീ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ശാപമോക്ഷം നേടുന്ന വ്യക്തിയാ. ഈ ആദിവാസികളായ ദൈവമക്കളോട് ഈ ഒരു വചനം ആദ്യം പറയാ, ईश्वर ने संसार को इतना प्यार किया है कि उन्होंने अपने इकलौते पुत्र को संसार के लिए बलिदान कर दिया ताकि किसी का सर्वनाश न हो. ആരും നശിച്ചു പോകാതിരിക്കാൻ പിതാവായ ദൈവം തൻ്റെ പൊന്നുമോനെ പാപികളായ നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ച ആ സ്നേഹമൊന്ന് ഓർത്തു നോക്കിയ. യേശുക്രിസ്തു എല്ലാവരുടെയും ദൈവ. യേശുക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര്. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യിക്കുന്ന നല്ല കർത്താവ്, എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന ഒരു ദൈവം, എല്ലാവരെയും പരിചരിക്കുന്ന ഒരു കർത്താവ്. ഇന്ന് നിനക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട് എന്നൊരു ഉറപ്പ് കിട്ടുമ്പോൾ ആ ആദിവാസികളായ ദൈവമക്കൾ തുള്ളിച്ചാടും. യേശുവിന്റെ നാമത്തിൽ അവർ ഡാൻസ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ധൈര്യമായിരിക്കും കേട്ടാ. ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട, ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. ചിലർക്ക് സാത്താനെ കുറിച്ച് ഗംഭീര പേടിയാ. പിശാച്ചിനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കേട്ടോ, ഒരു കെണിയാണ്. ജോബിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ജോബ് പറയാ, ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. നമ്മൾ എന്താണോ ഏതു നേരം ഇങ്ങനെ പേടിച്ച് നടക്കുന്നത്, എന്താണോ ഏതു നേരം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ മക്കളൊന്നും നേരെയാവില്ല, ഈ ജീവിത പങ്കാളിയൊന്നും ജീവിതത്തിൽ മാനസാന്തരപ്പെടില്ല, എനിക്ക് ജീവിതത്തിൽ ഒരു വീട് കിട്ടില്ല, എൻ്റെ ഈ കടമൊന്നും മാറില്ല. ഇന്നാൾ ഒരു ചേച്ചി പറയുന്നത് കേട്ടതാ. ഞാൻ പറഞ്ഞു, എന്താ വിശേഷം? അയ്യോ എൻ്റെ സഹോദര, മൈഗ്രെയിൻ തലവേദനയാ, ഒന്ന് പ്രാർത്ഥിച്ചോളോ. ഞാൻ പറഞ്ഞു, സാറില്ല, വിഷമിക്കണ്ട, കർത്താവിൽ ആശ്രയിക്കുക, ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറ്റിക്കളയുന്ന ജീവിക്കുന്ന ആ ദൈവം സൗഖ്യം തരും. ആ സ്ത്രീ പറയാണ്, ഇത് മാറുന്ന കൊല്ലങ്ങളായിട്ടുള്ള ഈ തലവേദന ഇതെപ്പോഴാ മാറാന്നറിയോ? സണ്ണി സഹോദര എന്നോട് പറയാ, എപ്പോഴാ മാറാന്നറിയോ? എന്നെ മെഞ്ചയിലുള്ളിലാക്കി മെഞ്ച കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടുമ്പോഴേ ഇത് മാറുള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയ പ്രിയപ്പെട്ടവര്, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ തന്നെ നെഗറ്റീവ് വാക്കുകൊണ്ട് നമ്മളെ അങ്ങോട്ട് അനുഗ്രഹിച്ചിരുത്താന്നേ. അതാ ജോബിന്റെ പുസ്തകത്തിൽ 3:25 പറഞ്ഞ്, ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചു. നമ്മൾ ഏതാണോ ഏത് കാര്യം പറയുന്നത് എപ്പോഴും
ഈ നാശത്തിൻ്റെ വാക്കുകൾ, ഈ നെഗറ്റീവ് വാക്കുകൾ, ഈ പിശാച്ചിൻ്റെ പ്രത്യാശയില്ലാത്ത വാക്കുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ സ്നേഹമുള്ള ദൈവജനമേ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ മോൻ നന്നാവും, എൻ്റെ മോള് നന്നാവും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കടങ്ങൾ മാറുന്നേ, ഞങ്ങളുടെ കുടുംബം മുഴുവൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവം ഒരുക്കും. ഇന്ന് ഒരുപക്ഷെ ചിന്നിച്ചെതറി നടക്കുക, ഇടയിനില്ലാത്ത ആടുകളെ പോലെ വഴിതെറ്റി ജീവിക്കുക കുടുംബത്തിലെ പലരും. സാരല്ല, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എൻ്റെ യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളത് സമാധാനമാണോ, സമ്പത്താണോ, കൃപയാണോ, എന്താ വേണ്ട, സൗഖ്യമാണോ, അത് തരും എനിക്ക്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ അഗസ്റ്റിന് വേണ്ടി മോനിക്ക പുണ്യവതി വർഷങ്ങളോളം കാത്തിരുന്നു, ഒരിക്കൽ പോലും നെഗറ്റീവ് പറഞ്ഞില്ല. എൻ്റെ ദൈവം എൻ്റെ മകനെ തിരിച്ചു തരും, എൻ്റെ മകൻ നന്നാവും, എൻ്റെ മകൻ വിശുദ്ധനാകും. വിശുദ്ധനായില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നെഗറ്റീവ് പറയരുത്, നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയരുത്. എന്നിട്ട് മിണ്ടിയ മരിക്കാൻ നടക്കുക, മിണ്ടി അങ്ങോട്ട് ജീവിതം അവസാനിപ്പിക്കുക. ഇനി രക്ഷയില്ല. ആര് പറഞ്ഞു രക്ഷയില്ലെന്ന്? നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ടെന്നുള്ള വിവരം കേട്ടില്ലേ? ആ ദൈവം എപ്പോഴും കൂടെയുണ്ടെന്ന് 365 തവണ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. നീ പേടിക്കേണ്ട, ഞാൻ നിന്റെ ഒപ്പമുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെ നടക്കാനായിട്ടൊരു ദൈവമുണ്ട് കേട്ടോ നമുക്ക്. എപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കാനായിട്ട് ആ കർത്താവിനൊന്ന് ആശ്രയിച്ചാൽ മതിയെന്ന്. ആ ദൈവത്തിൻ്റെ തിരുവചനം, ആശ്വാസത്തിൻ്റെ വചനങ്ങൾ എഴുതി വച്ചിരിക്കുക. അത് വായിക്കാതെ, അത് സ്വീകരിക്കാതെ ആവശ്യമില്ലാത്ത ചില വാക്കുകൾ നമ്മുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുക പ്രിയപ്പെട്ടവര്. മനുഷ്യന്റെ ചില പൊള്ളയായ വാക്കുകൾ നമ്മുടെ മനസ്സിനെ തളർത്തുന്നേ. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളെ അഭിഷേകത്താൽ ഉയർത്തും പ്രിയപ്പെട്ടവര്. ജീവിക്കാനുള്ള പ്രത്യാശ തരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒന്നിനെ കുറിച്ചും സങ്കടപ്പെടാൻ പാടില്ല, പിശാചിനെ ഭയപ്പെടാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഡൽഹിയിൽ ഡിവൈൻ ധ്യാന മന്ദിരമുണ്ട്, ഫരീദാബാദ്. ആ വിൽസൺ കുഴിത്തടത്തിൽ എന്ന ബഹുമാന്യ വൈദികനാണ് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ. അച്ഛൻ എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്ക് ഹിന്ദി ധ്യാനമൊക്കെ വരുമ്പോൾ. താമസിച്ചുള്ള ഹിന്ദി ധ്യാനത്തിന് ഞാൻ പോയിരുന്നു ഒരാഴ്ച മുമ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. ഹരിയാനയിൽ നിന്ന് ഹിന്ദി പ്രസംഗിക്കുന്നവര്, ഹിന്ദി സംസാരിക്കുന്നവര് അവരെന്നെ കാണാനായിട്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ സ്ത്രീ വളരെ മെല്ലിച്ച്, ആ ഭാര്യ ചെറുപ്പാണ്, വളരെ മെല്ലിച്ച് വളരെ അസ്വസ്ഥമായ ഒരവസ്ഥയിൽ ആ സ്ത്രീ, ആ മകൻ്റെ ഭാര്യ, മകനും വന്നിട്ടുണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അമ്മായിയമ്മ എനിക്കെതിരെ മന്ത്രവാദം ചെയ്തിരിക്കുക, എനിക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുക, അതുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കമില്ല. രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ ഇരിക്കും, തളർന്ന് കുറച്ചു നേരം ഒന്ന് ഉറങ്ങും, പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇങ്ങനെയായിപ്പോയി, ഭക്ഷണം വേണ്ട എനിക്ക്, ആശ്വാസം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, സമാധാനം ഇല്ല എൻ്റെ കുടുംബത്ത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഭർത്താവ് പറയാ, ആ സൈ ബാത്തെ സണ്ണി പയ്യ ശൈത്താൻ കോ ബേസ്തെ മേരി മാ, എൻ്റെ അമ്മ പിശാചൻ അയക്കുന്നുണ്ട് ഇവളുടെ അടുത്തേക്ക്, ഇവള് നാശാവാനായിട്ട്. കൂടോത്രം അയക്കുന്നുണ്ട്, മന്ത്രവാദം അയക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടില്ലേ, ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ നിപതിച്ചു. അതുകൊണ്ടാ കർത്താവ് ഇത്രയും തവണ പറഞ്ഞ, നീ പേടിക്കരുത്, നീ സംഭ്രമിക്കേണ്ട, ഞാനാ നിന്റെ ദൈവം. അഗ്നിയിലൂടെ നീ നടന്നാലും നിനക്ക് പൊള്ളലൊന്നും ഏൽക്കില്ല. അഗ്നിയിലൂടെ നടക്കില്ലെന്നോ അല്ലെങ്കിൽ ആഴിയിലൂടെ പോകില്ല എന്നൊന്നല്ല ദൈവം പറഞ്ഞ. ആഴിയിലൂടെ നീ പോയാലും ആ വെള്ളം നിന്നെ മുക്കിക്കളയില്ല, കാരണം ഞാനുണ്ട് നിന്റെ കൂടെ. നീ അതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. ഈ നെഗറ്റീവ് ഭാഷ കൊണ്ട് നീ നിന്നെ തന്നെ തളർത്തരുത്. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, അമ്മായിയമ്മ കൂടോത്രമൊന്നും ചെയ്യുന്നില്ല. ഉണ്ട് സണ്ണി പയ്യ, ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. അഥവാ അമ്മായിയമ്മ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലും കൂടോത്രം മന്ത്രവാദമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, സംഖ്യയുടെ പുസ്തകം 23 ഞാൻ എടുത്ത് വായിപ്പിച്ചു അവരെ കൊണ്ട്. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. നീ ഇപ്പൊ അമ്മായിയമ്മോട് ക്ഷമിക്കുക. മകനോടും പറഞ്ഞു, നിന്റെ അമ്മയോട് നീ ക്ഷമിക്കുക. അമ്മ കൂടോത്രം മന്ത്രവാദം ഒന്നും അയക്കുന്നില്ല. അയച്ചാലും നിനക്കൊന്നും ഏൽക്കില്ല. ഹിന്ദിയിൽ ഞാൻ കുറെ ആവർത്തി അവരെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. അവരെ കൊണ്ട് ആ വചനം ബൈഹാട്ട് പഠിപ്പിച്ചു. യാക്കൂബ് കാ ഖിലാഫ് അഭിജാർ വ്യർത്ത്, ഇസ്രായേൽ കാ ഖിലാഫ് കോയി തന്ത്ര മന്ത്ര നഹി ചലത്തെ. ഇസ്രായേലിനെതിരെ ഒരു തന്ത്രമോ മന്ത്രമോ
ഒരു കൂടോത്രോ ഒന്നും ഫലിക്കുന്നില്ല. നീ ഇസ്രായേൽ ജനമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഇസ്രായേൽ ജനം എന്നാ വിളിക്കുക. ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ വിളിക്കുന്ന പേരാ അത്. ഇസ്രായേൽ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട വംശം. അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്ഷ അനുഭവിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവൻ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. അവന് ദൈവം പ്രത്യേകം സംരക്ഷണം കൊടുക്കാന്നേ. അതങ്ങോട്ട് വിശ്വസിച്ചോ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ക്ഷമിക്കുക അമ്മായിയമ്മോട്. നീ അമ്മയോട് ക്ഷമിക്കുക. അമ്മായിയമ്മ വരിക എന്ന് പറയുമ്പോൾ അപ്പം ഇവൾക്ക് അസ്വസ്ഥതയായി, പലവിധ രോഗങ്ങൾ അലട്ടായി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നോ, ഒന്നും പേടിക്കണ്ട, കർത്താവ് നിന്റെ ഒപ്പം ഉണ്ട് കേട്ടാ. ഈശോ നിന്റെ കൂടെ നടക്കുമ്പോൾ അത് നീ വിശ്വസിച്ച് നീ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, നീ തിന്മ ചെയ്യാതെ ജീവിക്കുമ്പോൾ ഒരു സാത്താനും നിന്നെ ആക്രമിക്കാൻ വരില്ല. വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ദൈവം നിന്നെ സംരക്ഷിക്കും. നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തി പ്രാർത്ഥിച്ചു. രാത്രി ഉറക്കല്ല, ശകലം നേരം ഉറങ്ങുള്ളൂ. ഞാൻ പറഞ്ഞു ഇന്ന് തൊട്ട് ഉറങ്ങും. അമ്മായിയമ്മയോടൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പിറ്റേന്ന് അവർ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ പൊതുവായിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി എൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ച് ഞാൻ ചോദിച്ചു, ഇന്നലെ ഉറങ്ങിയോ? ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നന്നായിട്ട് കിടന്നുറങ്ങി, നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു കാര്യമുണ്ട് കേട്ടോ സ്നേഹമുള്ളവര്, യൂഥിത്തിന്റെ പുസ്തകം 5:17, തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപം ചെയ്യാൻ പാടില്ലെന്നേ. പാപം പിശാചിന്റെയാ. പിശാചില്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത്, പിശാചൊക്കെ ഉണ്ട്. യേശുക്രിസ്തു അനേകരിൽ നിന്ന് പിശാചിനെ പുറത്താക്കിയില്ലേ? എന്നാൽ 1 യോഹന്നാൻ 3:8, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പിശാച് പണ്ട് മുതലേ പാപം ചെയ്യുക. തിന്മ ചെയ്യരുത്, പാപം ചെയ്യരുത് നിന്റെ കുടുംബത്ത്. അപ്പൊ അവിടെ പിശാചിന്റെ ഒരു അടിമത്തം വരാണ്. അല്ലാണ്ട് ആരോ കൈവശം ചെയ്തു, ആ വീട് ശരിയല്ല, ആ കന്നിമൂല ശരിയല്ല. എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ, ഗോതമ്പപ്പത്ത് യേശു ക്രിസ്തുവിന്റെ ശരീരമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു വൈദികൻ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയുന്നത്, മുന്തിരിച്ചാറ് യേശു ക്രിസ്തുവിന്റെ രക്തമാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ഒരു വൈദികൻ, മനുഷ്യകുലത്തിന്റെ പാപങ്ങള് അവൻ അനുദപിച്ച് ഏറ്റുപറയുമ്പോൾ, എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു, സമാധാനത്തോടെ പോ എന്ന് പറയാൻ ഈ ഭൂമിയിൽ അധികാരമുള്ള വൈദികര് മാത്രം. ആ വൈദികന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:17, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ട്, അവർ എൻ്റെ നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ ആ നല്ല ദൈവത്തിന്റെ അധികാരം ഒരു പുരോഹിതൻ വെച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ വെഞ്ചിരിപ്പ് നടത്തുന്നുണ്ടോ? കൊല്ലം കൊല്ലം വന്ന് വെഞ്ചരിക്കുന്നില്ലൊരു വൈദികൻ. ആ വൈദികൻ വെഞ്ചരിച്ച് കഴിയുമ്പോൾ ആ സ്ഥലത്തിലുള്ള അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പാ. എന്നാൽ നമ്മൾ ആ കുടുംബത്തിൽ സ്ഥിരമായിട്ട് തിന്മ ചെയ്ത് ജീവിക്കുമ്പോൾ ആ സ്ഥലം അശുദ്ധമാകുക. കായേൻ തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്നപ്പോൾ ദൈവം എന്താ പറഞ്ഞ്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നുണ്ട്. നിന്റെ സഹോദരന്റെ രക്തം വീണ ഈ മണ്ണ് അശുദ്ധമായിട്ടുണ്ട്. ശരിയാ, ഒരു കുടുംബത്തിൽ വെച്ച് വലിയ മ്ലേച്ഛതകൾ ചെയ്യുമ്പോൾ, അത് തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ അവിടെ അസ്വസ്ഥതയുണ്ടാകാം. എന്നാൽ പാപം ചെയ്യാതിരിക്കുമ്പോൾ, തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അഭിവൃദ്ധി ഉണ്ടാകും. ഒന്നിനെ കുറിച്ചും അധൈര്യപ്പെടണ്ട കേട്ടോ, ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. സങ്കടങ്ങളൊക്കെ മാറ്റിക്കളയ. നിന്റെ ദൈവമുണ്ട് നിന്റെ കൂടെ, നിന്റെ കർത്താവ് നിന്റെ ഒപ്പമുണ്ട്. ഈ ദൈവമാണ് നിന്നെ പരിപാലിക്കുന്നത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൊന്നു മക്കളെ, യേശു ക്രിസ്തുവിൽ അങ്ങോട്ട് വിശ്വസിച്ചോ, എന്നിട്ട് ആ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചോ, ആ ദൈവം പരിപാലിച്ചോളും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. ജോബിന്റെ പുസ്തകം 42:10, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അത് ഇരട്ടിയായിട്ട് കൊടുത്തു. ഇരട്ടി ഐശ്വര്യം. ഇരട്ടി ഐശ്വര്യം വേണോ? ശുശ്രൂഷ ചെയ്യുക. ഈ TV ചാനലിനോട് ചേർന്ന് കൊണ്ട്, ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തോട് ചേർന്നുകൊണ്ട് ദൈവജനമേ ശുശ്രൂഷ ചെയ്യുക. ഐശ്വര്യം ഇരട്ടിക്കും. ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട കേട്ടോ. ധൈര്യമായിട്ടിരുന്നോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കൂപ്പാം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചോ? ആ ഈശോ നിന്റെ ഒപ്പമുണ്ട്. എന്തിനാ നീ വിഷമിക്കണേ? എന്തിനാ നീ ആരുമില്ല എന്ന് പറയണേ? എന്തിനാ നീ ആത്മഹത്യ ചെയ്യാമെന്നൊക്കെ ചിന്തിച്ച്? അരുത്. നിന്റെ ദൈവത്തിന് വേദന അതൊക്കെ. ഈ വേദനകൾ എന്തിനാ തന്നെ? നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ. നന്ദി പറയട്ടെ. പരിശുദ്ധ അമ്മേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ടി വിയുടെ മുമ്പിലിരിക്കുന്ന നിന്റെ പൊന്നു മക്കളെ, ഈ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ നീ അഭിഷേകം ചെയ്യും മാതാവേ. കൂടെ ഉണ്ടാകണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.